ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നിപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഉടമ്പടിയുടെ കാലഘട്ടമാണ്. പണ്ട് ദൈവം മനുഷ്യനുമായിട്ടായിരുന്നു ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മനുഷ്യൻ അങ്ങോട്ട് ഉടമ്പടി വെക്കുക. അങ്ങനത്തെ ഒരു കാലമാണ്. നമുക്ക് യഥാർത്ഥത്തിലുള്ള ഉടമ്പടി എന്നതാണെന്ന് ഒന്ന് നോക്കാം. യെഹെസ്കേൽ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ എടുത്താട്ടെ. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. കണ്ടോ, എത്ര ലളിതമായിട്ട് ദൈവം കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. ഇപ്പോൾ ഉള്ള ഹൃദയം കൊണ്ട് പണി നടക്കുകയില്ല. പുതിയൊരു ഹൃദയം തരും. പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അടുത്തത്, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കിക്കളഞ്ഞ് മാംസമയമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ച് ജീവിക്കും. സത്യത്തിൽ ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികളുടെ ഏറ്റവും വ്യക്തമായ യഥാർത്ഥ ഉടമ്പടി ഇതാ. യഥാർത്ഥ ഉടമ്പടി ഇതാ. മാറാത്ത യഥാർത്ഥ ഉടമ്പടി ഇതാ. ദൈവവചനപ്രകാരമുള്ള ഉടമ്പടി ഇതാ. ഈ ഉടമ്പടി ദൈവം ചെയ്യുന്നതാണ്. അല്ലാതെ മനുഷ്യനും ദൈവവുമായിട്ട് മനുഷ്യൻ ചെന്ന് ദൈവത്തോട് ഉടമ്പടി വെക്കാൻ മനുഷ്യനാരാ? ഇതിനിടയ്ക്ക് ഈ അറിയപ്പെടുന്ന ഉടമ്പടിക്കകത്തൊക്കെ കുറേ അലവലാതി ബന്ധക്കോസുകാരും പോയി ഉടമ്പടി എടുത്തെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തായെന്ന് അറിഞ്ഞിട്ട് വേണ്ട ഈ പെന്തക്കോസുകാരൻ ഈ ഉടമ്പടി എടുക്കാൻ പോകുന്നവൻ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇനി വചനം എന്താണെന്ന് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ദൈവസഭ എന്താണെന്നെങ്കിലും അവൻ അറിയണ്ടേ. അവനറിയാവുന്നത്, അവന് കലശലായ വയറ്റുവേദന വന്നപ്പം കുട്ടപ്പൻ പാസ്റ്റർ അവൻ്റെ വലതുകരം വെച്ച് അവനെ പ്രാർത്ഥിച്ചു. അവൻ സൗഖ്യപ്പെട്ടു. അവനുടനെ എന്നാ കാണിച്ചു? സ്നാനപ്പെട്ടു. പിറ്റേ ദിവസം അവനൊരു വെള്ള ഷർട്ടിട്ടു, ഒരു കറുത്ത പാൻറ്റിട്ടു, മീശ പഠിച്ചു കളഞ്ഞു. അവൻ്റെ ഭാര്യയ്ക്ക് ഒരു വെള്ള സാരിയും മേടിച്ചു കൊടുത്തു. തലയിൽ ഒരു വെള്ള ഷാളും വലിച്ചു കെട്ടി കുറച്ച് ദിവസം സഭയിൽ പോയിരുന്നു. പ്രത്യേകിച്ച് ഇവൻ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവനാണ്. ഇവൻ എങ്ങനെ സ്നാനപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടപ്പൻ പാസ്റ്റർ പ്രാർത്ഥിച്ച് വയറ്റുവേദന മാറിയപ്പോൾ ഇവൻ സ്നാനപ്പെട്ടു. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടതല്ല. ഇങ്ങനെയുള്ള കുറേ എണ്ണം കേരളത്തിലെ പെന്തക്കോസ് സഭകളിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നതാ സംഭവം എന്ന് പോലും പിടികിട്ടാത്ത, കഥയറിയാതെ ആട്ടം കാണുന്ന കുറേ എണ്ണം പെന്തക്കോസ് സഭകളിലുണ്ട്. സഭയ്ക്കും ദൈവത്തിനും നാണക്കേടായിട്ട്. ഇങ്ങനെയുള്ളത് മീറ്റിങ്ങുമായിട്ട് ദൈവസഭകളുടെ മൂലയിലുണ്ട്. ഇതുങ്ങളിപ്പം നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യവും നടക്കാത്തത് കൊണ്ട് ഇതുങ്ങൾ ഈ എന്തെങ്കിലും കാണുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കി ഓടി നടക്കുക. അവർ ഇങ്ങനെ കുറേ എണ്ണം പോയി ഉടമ്പടി എടുക്കാൻ പോയെന്നാണ് പറഞ്ഞത്. ഇതുങ്ങളെ പെന്തക്കോസ് സഹോദരങ്ങളെന്ന് വിളിക്കുന്ന ജാതീയ സഹോദരങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് ഇതുങ്ങളെ ഒന്നും പെന്തക്കോസ് സഹോദരങ്ങളെന്ന് വിളിക്കരുതേ. വചനം അറിയാവോ എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് മാത്രമേ പെന്തക്കോസ് സഹോദരങ്ങളാണോ എന്ന് പറയാവൂ. വെള്ളയിട്ടവനെ എല്ലാം ഒന്നും പെന്തക്കോസ് സഹോദരൻ എന്ന് വിളിക്കരുത്. വെള്ള സാരി ഉടുത്തവൾ നിങ്ങളെ മുഴുവൻ എണ്ണത്തിനെയും പെന്തക്കോസ് എന്നൊന്നും വിളിക്കരുത്. മീശ പഠിച്ചവനെയും സ്വർണ്ണമില്ലാത്തത് മറ്റൊന്നും കൊണ്ടും അല്ല, ഇടാനില്ലാഞ്ഞിട്ടാ. ഞാൻ ഒരിക്കലും ഒരു സഹോദരിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചത്? അന്നേരം ആ സഹോദരി പറഞ്ഞ കാര്യം പറയാം. സഹോദരി പറയാം, ഇന്നലെ വരെ എനിക്ക് ഈ പണ്ടാരം ഇടാൻ പറ്റിയില്ല, ഇനി എനിക്ക് മുന്നോട്ട് ഈ പണ്ടാരം വേണ്ടതാനും. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പലരും. ഇത് അല്ലാതെ ഇത് കയ്യിൽ ഉണ്ടായിട്ട് എനിക്ക് ഇതിനോടുള്ള ആഗ്രഹമെല്ലാം തീർന്നിട്ട് എൻ്റെ കർത്താവിനെ പ്രതി ഞാനിത് ഊരി എന്ന് പറയാനുള്ള ഒരു വളരെ അപൂർവം ഇതിനകത്തുള്ളൂ. അല്ലാതെ ഇല്ലാത്തത് കൊണ്ട് ഇത് വേണ്ടെന്ന് വെച്ചവരാ കൂടുതലും. അതുകൊണ്ട് ഈ സ്വർണ്ണം ഊരിയവനെ ഒന്നും വിശ്വാസിയായിട്ടോ പെന്തക്കോസുകാരനായിട്ടോ കാണരുതേ. ഇതിനകത്ത് കുറേ കള്ളനാണയങ്ങളുണ്ട്. അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഉടമ്പടി എടുപ്പിക്കുമ്പോൾ നിങ്ങളിത് വെളിവിടരുത്. കാരണം ഇതുങ്ങൾ അവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഗുണമില്ല. ഇവിടെ നിന്നപ്പോൾ പെന്തക്കോസിനും ഒരു ഗുണമില്ല, ദൈവത്തിനും ഒരു ഗുണമില്ല, ദൈവരാജ്യത്തിനും ഒരു ഗുണമില്ല. അതിനെല്ലാം വിളിച്ചുകൊണ്ട് അവിടെ പോയാൽ നിങ്ങൾക്കും ഒരു ഗുണം വരികയില്ല. അതുകൊണ്ട് നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ആടി ഒലഞ്ഞ് നിൽക്കുന്നതിനെ ഒന്നും പിടിച്ചോണ്ട് പോകരുത്. പോയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ യഥാർത്ഥ ഉടമ്പടി നമുക്ക് മനുഷ്യർക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല. കാരണം ക്രൂശിലെ മരണം, ചിന്തിയ രക്തം പുതിയ ഉടമ്പടിയാണ്.
ഇത് മനുഷ്യൻ ചെയ്തതൊന്നുമല്ല, മനുഷ്യനകത്ത് കുറേ ദ്രോഹം ചെയ്തതേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. ഉടമ്പടി എന്നും പറഞ്ഞ് പോയ ദൈവത്തിനോട് ദ്രോഹമാണ് ചെയ്യുന്നത്. ഇനി പുതിയ ഉടമ്പടി യേശുവിൻ്റെ രക്തത്തിലുള്ളതാണ്. ഈ ന്യായപ്രമാണ ഉടമ്പടിയുടെ ലംഘനം മൂലമാണ് സൃഷ്ടാവായ ദൈവത്തിന് ചോര ഒഴുക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി ലംഘിച്ചവർക്ക് വേണ്ടി ഇറങ്ങി വന്ന പുതിയ ഉടമ്പടിയാണ് യേശുവിൻ്റെ രക്തം. ഈ ഉടമ്പടി ലംഘിച്ചു പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ മഹിമ നഷ്ടപ്പെട്ടു. മനുഷ്യൻ്റെ മഹിമയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി യേശു ഇറങ്ങി വന്ന അന്ധകാര ശക്തികളുടെ യുദ്ധം ചെയ്ത് ജയം കൊണ്ടു. മഹിമയെന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമാണ്. തലയ്ക്ക് വിട്ട് നിൽക്കുന്ന പ്രകാശമല്ല, ഫോട്ടോയുടെ പുറകിൽ തലയുടെ പുറകിൽ വട്ടത്തിൽ വരച്ച് വെക്കുന്ന കാര്യമല്ല. മഹിമയുള്ളിടത്ത് വലിയ ദൈവപ്രകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രകാശം, സംഖ്യാപുസ്തകം എടുത്ത് സംഖ്യാപുസ്തകത്തിനകത്ത് 3-4 വാക്യങ്ങൾ വായിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 24, 25, 26, 27. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. ആകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അതായത് ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നാണ് എഴുതിയേക്കുന്നത്. ഇത് സ്നാനപ്പെടുത്തുമ്പോൾ ചുമ്മാ പറയാൻ വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല. ഇത് ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ, പ്രസംഗ തൊഴിലാളിയല്ല, പ്രവചന തൊഴിലാളിയല്ല, ഇതുകൊണ്ട് മീറ്റിങ്ങുമായിട്ട് നടക്കുന്നവനല്ല. ഒരു യഥാർത്ഥ ദൈവദാസൻ ഈ വചനങ്ങൾ വായിച്ച് ദൈവജനത്തെ അനുഗ്രഹിക്കണം. അതൊരു ഉടമ്പടിയുടെ ഭാഗമാണ്. ഇനി അതാണ് പ്രകാശം എന്ന് പറയുന്നത്. ഈ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരണം. യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കട്ടെ. 1, യഹോവയുടെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കുകയും നിങ്ങളോട് കൃപാലുവായിരിക്കുകയും ചെയ്യട്ടെ. അടുത്തത്, യഹോവയുടെ തിരുമുഖം നിങ്ങളിലേക്ക് തിരിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ഇതൊക്കെയാണ് ഉടമ്പടി. അന്നേരം ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരാത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം നീക്കിക്കളഞ്ഞ് മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും. നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ച് ജീവിക്കും എന്ന് പറഞ്ഞാൽ ദൈവം സോഫ്റ്റ്വെയർ തന്നെ മാറ്റിത്തരും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ പുതിയ പിള്ളേർക്കൊക്കെ അത് മനസ്സിലാകും, കാരണന്മാർക്ക് മനസ്സിലായില്ലേലും. അപ്പം യോഹന്നാൻ 1:9 എടുത്തേ. ഈ പ്രകാശം എന്താന്ന്? ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതായത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് ഇത് എഴുതിയ കാലഘട്ടത്തിലാണ്. ഇപ്പം എന്താ അർത്ഥം? വന്നു, യേശു വന്നു കഴിഞ്ഞു. അപ്പോൾ ഒരു വാക്യം കൂടെ വായിച്ചു, 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ശരീരമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് എഴുതിയേക്കുന്നത്. പാർക്കും എന്നല്ല, പാർത്തേക്കൊന്നുമല്ല, പാർത്തു. അത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ അവിടുത്തെ തേജസ് ഏതാ? വചനത്തിൻ്റെ തേജസ്, അല്ലെങ്കിൽ പിതാവിൻ്റെ തേജസ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ തേജസ്. പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതൻ്റെ തേജസ്, പ്രകാശം ഞങ്ങൾ കണ്ടിരിക്കുന്നു. ഈ തേജസ് നമ്മുടെ മേൽ വന്ന് നിറയുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവനായി, കൃപ ലഭിക്കുകയൊന്നുമല്ല, കൃപയും സത്യവും കൂടി നിറഞ്ഞ്, അല്ലെങ്കിൽ അത് സത്യത്തോടു കൂടി ലഭിക്കും എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ തേജസ്, പിതാവിൻ്റെ അടുക്കൽ നിന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി വന്ന ഏകജാതൻ്റെ തേജസ്. ഈ വചനം നമ്മൾ മുന്നോട്ട് ശക്തമായി നമുക്കൊന്നും കൂടെ ഒന്ന് ധ്യാനിക്കണം. കൃപയും സത്യവും ഒരുപോലെ വളർന്നു വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നൊന്നുമല്ല സത്യത്തിൽ കൃപ. അത് കുറേ തോന്നിവാസ രീതി പഠിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. അപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, യഥാർത്ഥ ഉടമ്പടി അങ്ങ് ഞങ്ങളുമായി ചെയ്തതാണെന്നും അതിൻ്റെ അർത്ഥം എസെക്കിയേൽ 36:26-27 ആണെന്നും ഞങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം, പുതിയൊരാത്മാവ് തരുമെന്നും
അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിലാക്കി ഞങ്ങളെ ചട്ടങ്ങളിൽ നടത്തും എന്നും അങ്ങയുടെ വിധികൾ പ്രമാണിച്ച് ജീവിക്കാൻ അനുവദിക്കുമെന്നും ഉള്ള ഉടമ്പടി ഞങ്ങളുടെ ഉള്ളിലാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉടമ്പടി, കാൽവരിയിൽ അവൻ്റെ യഥാർത്ഥ ഉടമ്പടി ആയ ശേഷവും പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴും എസെക്കിയേൽ 36:26-27 ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. ആയതിനാൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ഓരോരുത്തരുടെ ഉള്ളിലും പുതിയൊരു ഹൃദയം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലവിലുള്ള കല്ലായ ഹൃദയം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാംസളമായ ഒരു ഹൃദയത്തെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ ഉള്ളിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമാണങ്ങളിലും ചട്ടങ്ങളിലും നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിധികൾ പ്രമാണിച്ച് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾവിക്കാരൻ്റെ സോഫ്റ്റ്വെയറിനെ തന്നെ സ്വർഗത്തിൻ്റെ സോഫ്റ്റ്വെയർ ആക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ ഉള്ളിലാക്കി അവരെ ചലിപ്പിച്ച് ജീവിപ്പിച്ച് നിത്യതയോളം കൊണ്ടുപോയി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.